ഈ പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ഹായ് എന്ത് ഭംഗിയാണെന്ന് തോന്നെങ്കിലും ഇതിനൊക്കെ ഇങ്ങനെ നിർത്താനായിട്ടും അത്യാവശ്യം കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട് കേട്ടോ. കാരണം കറക്റ്റ് സമയത്ത് ഞങ്ങളെ വെട്ടി വൃത്തിയാക്കണം. അതുപോലെ ഇതിൻ്റെ താഴത്ത് വീണ വേസ്റ്റ് ആയിട്ടുള്ള ഇലകളും അങ്ങനെ കുറച്ച് ചപ്പ് ചവറൊക്കെ വൃത്തിയാക്കി ഇടണം. അല്ലെങ്കിൽ അവിടെയും എന്തെങ്കിലും ജീവികളൊക്കെ വന്നിരുന്ന് അതും ഒരു പണിയായിരിക്കും. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചയ്ക്കുള്ള ഭംഗി പോലെ തന്നെ അത്യാവശ്യം ഇതിന് പണിയും ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് പൂക്കളൊക്കെ വിരിഞ്ഞ് ഇത്രയും ഭംഗിയിൽ നിൽക്കുന്നത്. പിന്നെ ഇപ്പോൾ മഴയും കൂടി ആയ കാരണം പൂ വിരിയുന്നത് ചിലപ്പോഴൊക്കെ നമുക്ക് കാണാൻ കിട്ടുള്ളൂ. ഇന്ന് രാവിലെ തൊട്ടേ മഴക്കാറുണ്ടെങ്കിലും മഴ ഇതുവരെ പെയ്തിട്ടില്ല കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പൂക്കൾ വിരിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ പൂവിൻ്റെ മേലെയൊക്കെ വെള്ളം വീണിട്ട് അവരെല്ലാം താഴത്തേക്ക് നോക്കി ഇങ്ങനെ കുനിഞ്ഞ് കിടക്കുകയുള്ളൂ. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും കൊഴിഞ്ഞ് വീഴും ചെയ്യും കേട്ടോ, വെള്ളത്തിൻ്റെ ശക്തി താങ്ങാൻ പറ്റാണ്ട്. അങ്ങനെയൊക്കെയാണ് ഒട്ടുമിക്ക ദിവസങ്ങളിലും. പക്ഷെ ഇന്ന് മഴയില്ലാത്ത കാരണം ഞാൻ എല്ലാം നടന്നു നോക്കി വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ നിൽക്കുന്ന ചെത്തിച്ചെടിയാണ് കേട്ടോ. ഇതിൽ ഇപ്രാവശ്യം അത്യാവശ്യം നിറച്ച് മുട്ടൊക്കെ വന്ന് പൂവൊക്കെ വിരിയുന്നുണ്ട്. പക്ഷേ ഈ മഴ കാരണം പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ താഴ്ത്തേക്ക് തന്നെ കൊഴിഞ്ഞു വീഴും കേട്ടോ രാവിലെ ആകുമ്പോഴേക്കും. അല്ലെങ്കിൽ ചെത്തിപ്പൂവ് അത്യാവശ്യം കുറേ ദിവസമൊക്കെ നിൽക്കാറുള്ളതാണ്. പിന്നെ നമ്മുടെ വീടിൻ്റെ സൈഡിൽ ചട്ടികളിൽ കുറച്ച് ചെടികൾ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഇലച്ചെടികളാണ്. അതുപോലെ നിത്യകന്യക അത് പൂവിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇലച്ചെടികൾ നന്നായിട്ടും പൂക്കളിടുന്ന ചെടികൾ പൂവൊക്കെ ആയിട്ട് ചെടികളൊക്കെ നല്ല ഉഷാറിലാണ് നിൽക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.